ജമന്തിയായി ജമന്തി എന്തോ ഒന്ന് വന്നേ. എന്താ ചേട്ടാ? അതെ ജമന്തി, ഇതേ ഇത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് അടച്ചാൽ മതി, അടയുന്നില്ല. വേറെ എന്തെങ്കിലും ചെയ്യണം? ഇതിലിപ്പോ എന്ത് ചെയ്യാൻ പോവാ? ഇത്തിരി കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് എടുത്ത് ഇങ്ങനെ വെച്ച് അപ്പോൾ നോക്കിയിട്ട് ഇത് അടയുന്നില്ല. ഇതിന് വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതിൽ? ക്ലീറ്റ ചേട്ടാ, ഇത് ഭയങ്കര അപകടം പിടിച്ചൊരു സാധനമാണ്. ഇത് ഉപയോഗിക്കണമെങ്കിൽ ശരിക്കും അറിയണം. അല്ലേ, ഞാൻ ഇത്തിരി കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ടേ. നീ ഇതിനു മുമ്പ് വെച്ചിട്ടുണ്ടോ? ഇല്ല. അയ്യോ കണ്ടിട്ടുണ്ട്. ആ വേണ്ടല്ലേ, വേണ്ട. ഭയങ്കര അപകടം. മെനിയാത്ത പത്രം നീ വായിച്ചില്ലേ? എന്ത് ഈ കുക്കർ പൊട്ടിത്തെറിച്ചൊരു കണ്ണടിച്ചങ്ങ് പോയില്ലേ? ഇതിന്റെ മേളിൽ ഒരു സാധനം വെക്കില്ല. എന്റെ പേരെന്താടി? വെയിറ്റ് ഒരു സാധനം ഉണ്ട്. നമ്മൾ ഈ വിസിൽ വരുന്ന സാധനല്ലേ, എത്ര 2-3 വിസിൽ? അതെന്നറിയോ, ഇത് ശരിക്കും അടച്ചില്ലെങ്കിലേ ഈ വെയിറ്റ് ഇങ്ങനെ ശക്തിയായിട്ട് പോയി എത്ര പേര് ഈ കുക്കർ കൊണ്ട് കണ്ണു പോയ എത്ര പേരുണ്ടെന്നറിയാം മോളിയാ. ഇത് അറിയണം ശരിക്കും. ഈ അപകടം പിടിച്ച സാധനങ്ങളൊക്കെ ഇത് എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കുന്നത്? അത് അറിയാവുന്നവർ ചെയ്താൽ മതിയാ. അത് പെണ്ണുങ്ങൾക്കൊരു ടെക്നിക്ക് ഉണ്ടല്ലോ, അറിയാവുന്ന ആളുകൾക്ക് ചെയ്യാം. ഇപ്പൊ കഞ്ഞി കുടിക്കണ്ടെന്ന് ചോദിക്കല്ലേ, മട്ടൻ കിടന്ന് ചാകുമ്പോൾ അവൾ അറിയുമല്ലോ. അപ്പൊ വരട്ടെ, അല്ല അവനെന്താ പറയാ? അല്ലെ ഇപ്പൊ ഒന്നുമല്ലളിയാ, എന്തെങ്കിലും 1-2 പറഞ്ഞ ഉടനെ പിണങ്ങി അങ്ങ് ഇറങ്ങി പോവുക, എന്നിട്ട് വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കുക. അതൊക്കെ ഒരു മര്യാദയാണ്. അതെ, പറഞ്ഞത് ആരാന്ന് ആലോചിക്കണം. ഞാൻ അവളെ കെട്ടിയവനാണ്. 1-2 പറഞ്ഞു കൊടുത്ത് ഞാൻ ഇവിടെ തട്ട് കൊടുത്തു. അപ്പൊ അതിലിങ്ങനെ ഒന്ന് ഇറങ്ങി പോയാ പിണങ്ങി പോവാ. പോട്ടെ, ആര് പോയാളിയാ? ആരാ പോവാൻ? എവിടെ പോയെന്ന് പിണങ്ങി പോയല്ലേ അവള് വരട്ടെ. സൗകര്യമുള്ളപ്പോ അവൾ അമ്മാവന്റെ അടുത്ത് പോയല്ലേ അല്ലേടി? അതെ, അമ്മാവനെ കൂടെ കൂട്ടി പിടിച്ചിട്ട് വനിതാ കമ്മീഷനിലോ കുടുംബ കോടതിയിലോ എവിടെ വെച്ചാ പോട്ടെ. അവക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ടളിയാ. ആളി എന്തറിഞ്ഞിട്ടേ പറയുന്നേ? അവള് ഒരു കാര്യമില്ല, അവൾക്ക് അമ്മാവനെ കാണണം എന്ന് പറഞ്ഞു അമ്മാവനെ കാണാൻ വേണ്ടി പോയേക്കുക. അപ്പൊ രാവിലെ ഇറങ്ങാൻ പറഞ്ഞു ക്ലീറ്റോ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വിളിക്കണ്ട, കുഴപ്പമില്ല, ഞാനാ കാത്തിരുന്ന ഇവിടെ. അപ്പൊ അളിയൻ വന്നിട്ട് ജാടയിൽ വന്നോണ്ട് ഞാൻ ഒന്ന് ഇളക്കിയതല്ലേ, അല്ലാതെ പിണങ്ങിട്ടൊന്നും അല്ല അവള് പോയത്. അങ്ങനെ പിണങ്ങി പോകാൻ പറ്റുമോ? എനിക്കറിയാതെ അവൾ അങ്ങനെ പിണങ്ങി പോകേണ്ട കാര്യമില്ല. അങ്ങനെ പിണങ്ങാൻ വേണ്ടിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല അവളെ. ഞാൻ ഫോൺ ചെയ്ത് തരട്ടെ? അതും വേണ്ട, ഞാൻ വിളിച്ചുതരാം. ഒരു തമാശ കളിക്കല്ലേ, മണ്ണിന്റെ ഉള്ളിൽ പിടിപ്പിക്കല്ലേ. ഞാൻ സ്നേഹം കൊണ്ടെന്ന് അറിയണ്ടേ? അവൾ ഒന്നും കാണാൻ ഇറങ്ങി വരുമല്ലോ, നിനക്ക് സ്നേഹം ഉണ്ടല്ലോ അവൾ ഇറങ്ങി വന്നത്. അപ്പൊ തിരിച്ച് നിനക്ക് അങ്ങോട്ട് ഉണ്ടെന്ന് അറിയണ്ടേ? അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? ഇപ്പൊ ചെറുതായിട്ട് ഇതില്ലേ ദോശ ചുറ്റുക, നല്ല ചമ്മന്തി. നിങ്ങൾ 4-2-6 ദോശ എണ്ണ ചുട്ടാപ്പം പോലെ ഉണ്ടാക്കി വെച്ചേക്കണല്ലേ? ഇപ്പൊ ഒരു 6 ഉണ്ടാക്കി അളിയനടിക്കാൻ വേണ്ടി ഉണ്ടാക്കി. നല്ല ചമ്മന്തി ഉണ്ട്, അടിപൊളി. രാവിലത്തെ ആ ചമ്മന്തി തന്നെ? രാവിലത്തെ വേറെ ഉണ്ടാക്കണോ? നീ വാ, അവൻ ആ ചമ്മന്തിക്ക് വേണ്ടി 2 ദോശ കഴിക്കാം. നിനക്ക് വേണ്ടിയല്ല, ചില പേരുടെ. ആ ചേച്ചി ഇവിടെ ഉണ്ട്, കൊടുക്കാം. ശരി, എന്തോ നിന്റെ കെട്ടിയോനടി? അതെ, എന്താടി നിന്റെ ഉദ്ദേശം? എന്റെ തങ്കം, നീ പെട്ടെന്ന് വായിക്കോട്ട്. എന്തോ നീ ഇല്ലാതെ ഇവിടെ എന്തോ ഒന്നോടി. നീ വേറെ ഒന്നും പറയണ്ട. അമ്മാവനൊരു കാര്യം പറഞ്ഞിട്ട് നീ ഇവിടെ പോരും. എത്ര രൂപ സാധനം ഇത്? അളിയ വെള്ളം വെക്കല്ലേ? അതിപ്പം എന്തായാലും ഒരു ഗ്ലാസ് വെള്ളമല്ലേ വീണുള്ളൂ. മുല്ലപ്പെരിയാർ ഡാം പൊട്ടി നിന്റെ ദേഹത്തൊന്നും വന്നില്ലല്ലോ. ഒരു ഗ്ലാസ് പൊട്ടി ഇത്തിരി വെള്ളം പോയി, അതിൽ എത്ര വെള്ളം വെക്കല്ലേ? അതൊക്കെ എടുത്ത് തുടച്ചു കളഞ്ഞാൽ മാറുമല്ലോ. അതെ, ഈ സ്ത്രീകളെ നേരെ കൈ ഉയർത്തുന്ന അത്ര ആണത്തോന്നുള്ള കാര്യമല്ല. നേർക്ക് കൈ വാങ്ങണത് അത്ര നല്ല കാര്യമല്ല എന്ന് പറഞ്ഞതാ. ആരോട്? എങ്ങനെ? ഞാൻ എന്നോടും കൂടെ തന്നെ പറഞ്ഞത്. ജമന്തി, വിഷമിക്കല്ലേ? നീ പോയി ഒരു തുണി എടുത്തോണ്ട് വാ. തുണി എടുത്തോണ്ട് തുടക്കി. ഇതപ്പോ നിസ്സാര കാര്യമല്ലേ ഉള്ളു. നോക്കാം. ഈ പെണ്ണുങ്ങളുടെ അടുത്ത് ഇത്ര അങ്ങോട്ടും ദേഷ്യപ്പെടുകയും കുതിര കയറുകയൊന്നും ചെയ്യരുത്. ആളുമാർ ഇവിടുന്ന് ഇട്ടിറങ്ങിയിട്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുമ്പോഴേ അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. അവളുമാർ വീട്ടിൽ ഉണ്ടെങ്കിൽ അവളുമാരുടെ ഇച്ചിരി വളവളത്തെ വർത്താനവും പിന്നെ അവളുമാർ ഉണ്ടാക്കി തരുന്ന ഭക്ഷണവും അവരുടെ ആ സ്നേഹവും പരിചരണമൊക്കെ ഇല്ലെങ്കിൽ ഉണ്ടല്ല നമ്മളൊക്കെ പെട്ടത് തന്നെ. ഇതൊക്കെ എനിക്ക് അറിയാമല്ലോ.
അതുകൊണ്ടല്ലേ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെ പോണത്. എന്തോന്നാ അളിയന്മാര് രണ്ടുപേരും കൂടെ? അല്ല, നല്ല ദോശ, നല്ല ചമ്മന്തി കറി എന്ന് പറയായിരുന്നു. അതെ അതെ. ഈയിടെ കണ്ണാ. Alien versus Alien.